കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു UK നിലവിലുള്ളവർക്കും ബാധകമാകും എൻ്റെ അഭിപ്രായം എന്ന രീതിയിൽ. കാര്യം UK പഴയ പോലുള്ള കുത്തൊഴുക്കില്ലാത്തതുകൊണ്ട് UK എയിം ചെയ്തുകൊണ്ട് തന്നെയാണ്. അതുകൂടാതെ ഹോം സെക്രട്ടറി കഴിഞ്ഞ പ്രാവശ്യം ഒരു ചോദ്യത്തിന്, പാർലമെന്റ് മെമ്പറിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാത്തതുകൊണ്ട് നമുക്ക് ഏകദേശം 99% ഉറപ്പാണ് UK ഇത് ബാധകമാകുമെന്ന്. പിന്നെ നമുക്ക് റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ഒന്ന് അറിഞ്ഞിട്ട് പറയാമെന്നുള്ള രീതിയിൽ അങ്ങനെ ഇന്നലെ BBC ന്യൂസ് അനുസരിച്ച് UK ബാധകമാണെന്ന് അവർ ഉറപ്പിച്ചു. പൊതുവേ അവർ പുതിയ ലോ ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നിലവിലുള്ളവർക്ക് ബാധകമാവാതെ പുതിയതായിട്ട് വരുന്നവർക്കൊക്കെയാണ് പൊതുവെ ചെയ്യാറുള്ളത്. പക്ഷേ UK ഇമിഗ്രൻസിനെ കുറയ്ക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെയുള്ള പുതിയ ലോ കൊണ്ടുവരുന്നത്. കഴിഞ്ഞ 2 പ്രാവശ്യത്തെ ലോ കൊണ്ടുവന്നു ഇതൊക്കെ തന്നെയാണ്. സോ ഒരർത്ഥത്തിൽ നോക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പൈസ എല്ലാം നമ്മളെടുത്ത് സ്റ്റുഡൻ്റ് ആയിട്ട് ഇവിടെ വരുന്നു. അത്രയും ഹ്യൂജ് എമൗണ്ട് പൈസ കൊടുത്ത് ഫീസായിട്ട് കൊടുത്തു. ഇവിടെ വന്ന് ജോലി ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എത്ര ജോലി ചെയ്യുന്നു അതിൻ്റെ എല്ലാം 1% ടാക്സ് ആയിട്ട് ഇവർക്ക് തന്നെ കൊടുത്തിട്ട് ആ സ്റ്റുഡൻറ്റ് ലോൺ അടച്ച് നമ്മൾ വീണ്ടും തിരിച്ചു പോകുന്ന അവസ്ഥ. അതല്ലെങ്കിൽ 10 വർഷത്തേക്ക് ഇവർ നിയമം കൊണ്ട് ഒരു 9 വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് വീണ്ടും ഇത് നീക്കി വെച്ച് 15 വർഷത്തേക്ക് നീട്ടും. കാര്യം ഇതിന് മുന്നേയും പണ്ട് 3 വർഷമുള്ളപ്പോൾ 5 വർഷമാക്കി. അതുപോലെ ഓരോ പ്രാവശ്യം നീക്കി കൊണ്ടുവരുന്നുണ്ട്. സോ നമ്മൾ വീണ്ടും ഇപ്പം കിട്ടുമെന്നും പറഞ്ഞ് നിൽക്കും.